വയനാട് വൈത്തിരിയിൽ പൊതുജന മധ്യത്തിൽ കീഴുദ്യോഗസ്ഥരെ മർദ്ദിച്ച പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. വൈത്തിരി ഇൻസ്പെക്ടർ ബോബി വർഗീസാണ് സിവിൽ പോലീസ് ഓഫീസറെ അസഭ്യം പറയുകയും തല്ലുകയും ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധവുമായി പോലീസ് അസോസിയേഷൻ രംഗത്തെത്തി. ഡിവൈഎസ്പി തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. SHO കീഴുദ്യോഗസ്ഥനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദ ചുഴിയിലാണ് വയനാട് പോലീസ്. പോലീസ് അസോസിയേഷൻ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. രൂക്ഷമായ ഭാഷയിലായിരുന്നു അസോസിയേഷൻ നേതാക്കളുടെ വാർത്താക്കുറിപ്പ്. വെള്ളിയാഴ്ച രാത്രി വൈത്തിരി കനറ ബാങ്ക് പരിസരം ഒരാൾ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് SHO ബോബി വർഗീസും 3 സിവിൽ പോലീസ് ഓഫീസർമാരും സ്ഥലത്ത് എത്തുന്നത്. ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാളല്ല ആക്രമിച്ചത് എന്ന് വ്യക്തമായി. ഇതോടെ ഇയാളും SHOയും തമ്മിൽ വാക്കേറ്റം. ഈ വാക്കേറ്റം മുറുകുമ്പോഴും ജീപ്പിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസർ ഇറങ്ങിയില്ല. ഇതാണ് പ്രകോപന കാരണം. SHO അസഭ്യം വിളിച്ച് സിവിൽ പോലീസ് ഓഫീസറെ തല്ലുകയായിരുന്നു. വൈകാരികതയിൽ സംഭവിച്ചതാണെന്നാണ് SHOയുടെ വിശദീകരണം. പരാതിയില്ലെന്ന് സിവിൽ പോലീസ് ഓഫീസറും വ്യക്തമാക്കി. എന്നാൽ ആൾക്കൂട്ടത്തിൽ ആരോ പകർത്തിയ ദൃശ്യം പ്രചരിച്ചതോടെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന നടപടി SHOയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് SP-ക്ക് റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ പോലീസ് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്തു വന്നു. പോലീസിലുള്ളത് അടിമ ഉടമ ബന്ധമല്ല എന്ന് തീർത്തു പറഞ്ഞു. SHOയുടെ നടപടി ഉദ്യോഗസ്ഥരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും കളങ്കപ്പെടുത്തുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ അഭിമാനം സംരക്ഷിക്കാൻ നീതിയുടെ പക്ഷം ചേർന്ന് മുന്നോട്ടു പോകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതീവ ഗൗരവത്തിലാണ് വൈത്തിരിയിലുണ്ടായ സംഭവ വികാസങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. വയനാട് SP കണ്ണൂർ റേഞ്ച് DIGക്ക് റിപ്പോർട്ട് കൈമാറി. DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥനാകും ഈ വിഷയം അന്വേഷിക്കുക. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.